മേഖലയിൽ സങ്കീർണമായ നിരവധി വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന കർഷകൻ്റെ വേദനകളും യാതനകളും പരിഹാരമില്ലാതെ തുടരുന്ന ഒരു സന്ദർഭത്തിലാണ് നിരവധി സമരങ്ങൾ നടത്തി DCCയും കർഷക കോൺഗ്രസുമൊക്കെ സമരരംഗത്തു നിന്നെങ്കിലും അതിനൊന്നും കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല എന്ന ദുഃഖകരമായൊരവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട DCC പ്രസിഡൻറ്റും DCC ഭാരവാഹികളും കൂടി ആലോചിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള സമരത്തിന് ഇന്ന് രൂപവും ഭാവവും നൽകിയിട്ടുള്ളത്. നിരവധി കാർഷിക വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും വിശാലമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ മുൻ KPCC പ്രസിഡന്റ് ശ്രീ K. മുരളീധരൻ XMP അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലേക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് ശ്രീ AP അനിൽകുമാർ മുൻ മന്ത്രിയും MLAയുമാണ്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ VT ബൽറാം ex-MLA അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറിമാർ പാലക്കാട് ചാർജ് ഉണ്ടായിരുന്ന ശ്രീ അബ്ദുൾ മുത്തലീഫ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ തൊളറ്റ് ടീച്ചർ ഇവിടെയുണ്ട്. അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ മറ്റൊരു സെക്രട്ടറി ശ്രീ C. ചന്ദൻ അവർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റ് ശ്രീ CV ബാലേന്ദ്രൻ മാസ്റ്റർ അവർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മുൻ MP ശ്രീമതി രമ്യ ഹരിദാസ് അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ KPCCയുടെ സെക്രട്ടറിമാർ ശ്രീ PV രാജേഷ്, ശ്രീ ഹരിഗോവിന്ദൻ മാസ്റ്റർ, DCC ഭാരവാഹികൾ, KPCCയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സംഘടനകളുടെ ജില്ലാ പ്രസിഡന്റുമാർ, ഇവിടുത്തെ എത്തിയ കർഷക സുഹൃത്തുക്കളെ, ഈ സമരം ഐതിഹാസികമായ ഒരു സമരമായി പരിണമിക്കട്ടെ. പാലക്കാടൻ കാർഷിക മേഖലയിൽ ഒരു പുത്തൻ ഉണർവുണ്ടാക്കി കർഷകരെ സംരക്ഷിക്കാൻ ത്യാഗോജ്വലമായ പ്രവർത്തനം നടത്തി ഇതിൻ്റെ ആദ്യാവസാനം വരെ സംരക്ഷിക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം ഉണ്ടാവും എന്ന ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാം. അതിൽ പങ്കെടുക്കാൻ വളരെ ദൂരത്തു നിന്ന് തന്നെ കലങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്ന കർഷക സുഹൃത്തുക്കളെ ആദ്യമായും അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലയിലെ ആദരണീയനായ DCC പ്രസിഡന്റ് ശ്രീ A. തങ്കപ്പൻ അവരെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, വലതുവശം വളരെ തണുപ്പ് പറ്റി നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകർ ഇപ്പോൾ ഇടതുപക്ഷത്തിലെയും തണുപ്പൊക്കെ എത്തിയിട്ടുണ്ട്. ഒന്ന് ഇങ്ങോട്ട് നിന്നാൽ നന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, ഇങ്ങനെയൊരു സമരം സംഘടിപ്പിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം. കേരള സർക്കാർ 9 വർഷമായി ഇവിടെ കർഷകരെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കർഷകരുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പാലക്കാട് ജില്ലയിലെ നെൽകർഷകരോട് കാണിച്ച വഞ്ചനയ്ക്കെതിരെ, കാരണം ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അതിന് മുന്ന് പറഞ്ഞു ഇവിടെ താങ്ങുവില, നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്ന് പരക്കെ വ്യാപകമായി പ്രചരണം കൊടുത്തു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ആ താങ്ങുവില പഴയ താങ്ങുവില തന്നെ കൊടുക്കുകയും അതിലൂടെ തന്നെ നെൽകർഷകരെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്തു. അതിനെതിരെ ഇതേ K. മുരളീധരൻ തന്നെ കലക്ട്രേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം ഉദ്ഘാടനം നടത്തി. അതിന് തുടർന്ന് തന്നെ നമ്മൾ 2-3 സമരം ആഹ്വാനം ചെയ്തെങ്കിൽ പോലും പല കാരണങ്ങളാലും നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള മരണത്തിൻ്റെ കാരണത്തിൽ മാറ്റിവെക്കേണ്ടി വന്നു. പക്ഷെ വീണ്ടും കർഷകരുടെ പ്രശ്നം വീണ്ടും ആ സമരം മാറ്റിവെക്കേണ്ടി വന്നാലും ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി 2ാം ഘട്ട സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കലം കമത്തി സമരം. നമുക്കറിയാം, ഒരു വീട്ടമ്മയുടെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ തറവാട്ടിൽ കലം കമത്തുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ശൂന്യതയാണ്, ദുഃഖമാണ്.
ഇല്ലായ്മയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി കലം കമത്ത് സമരം എന്ന് ആഹ്വാനം ചെയ്തത്. അതിൻ്റെ വകയിലാണ് ഈ സമരം സംഘടിപ്പിച്ചത്. നമ്മൾക്കറിയാം, നോയമ്പിൻ്റെ തിരക്കാണ് നമുക്കറിയാം. എങ്കിൽ പോലും ഈ തിരക്കിലും അത് വകവെക്കാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കർഷക സുഹൃത്തുക്കളും എല്ലാ കോൺഗ്രസ്സുകാരോടും ജില്ലാ കോൺഗ്രസിന് പേര് അഭിവാദ്യം അർപ്പിക്കട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, അതോടൊപ്പം തന്നെ നെൽകർഷകർ മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ വനമേഖലയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കൃഷി ചെയ്യുന്ന കർഷകൻ രാവിലെ എണീറ്റ് അവൻ കൃഷി ചെയ്തിട്ടുള്ള സ്ഥലത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് കൃഷി നോക്കിയെങ്കിൽ ആ കൃഷി സ്ഥലത്തെത്തി തിരിച്ചു വരുന്ന അവന് പോലും ഉറപ്പില്ല. കാരണം ഒന്നില്ലെങ്കിൽ പന്നി കുത്തി ഭരിക്കും, അല്ലെങ്കിൽ ആന ചവിട്ടി ഭരിക്കും. ഇങ്ങനത്തോളം വന്യമൃഗത്തിൻ്റെ ശല്യമുള്ള പാലക്കാട് ജില്ലയിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്കറിയാം ധോണിയിൽ ഉൾപ്പെടെയുള്ള മലമ്പുഴ ഉൾപ്പെടെയുള്ള ഒരാൾ ആത്മഹത്യ ചെയ്തു, ആന ചവിട്ടി ഭരിച്ചു. ഇവർക്കൊന്നും ഒരു ധനസഹായം ഗവൺമെൻറ് ഭാഗത്ത് ചെയ്തിട്ടില്ല. അപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യത്ത് മൂലം ഇവിടെ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന കർഷകരെ സഹായിക്കുന്നില്ല. നെൽകർഷകരെയാണെങ്കിലോ അവൻ കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അവൻ കടം വാങ്ങിച്ച് കൃഷി ചെയ്യുകയും ആ നെല്ല് വിറ്റ് കഴിഞ്ഞാൽ ആ കടം മീട്ട എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ചെയ്യുന്നത് വീണ്ടും അവനെ കടത്തിലേക്ക് പോകും. കാരണം VRS കൊണ്ടുപോയി ബാങ്കിൽ പോയി കടമെടുക്കണം. അപ്പം കടം വാങ്ങിച്ച് കൃഷി ചെയ്ത് അവന് നെല്ല് കൊടുത്തിട്ട് വീണ്ടും കടമെടുക്കാൻ കടക്കാരനാക്കാനാണ് ഈ ഗവൺമെൻറ് തീരുമാനം. ഇതൊന്നും ഈ കൃഷിക്കാരോടല്ലാതെ വേറൊരാളുടെ പറഞ്ഞ് നടക്കില്ല. അപ്പം കൃഷിക്കാരോട് കൊണ്ട് കാണിക്കുന്ന വഞ്ചനയ്ക്കെതിരെയാണ് ഈ സമരം. നമ്മൾക്കത് അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നമുക്കറിയാം, പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കൃഷി മലമ്പുഴ വെള്ളത്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. മലമ്പുഴ വെള്ളമാണ് ഏറ്റവും കൂടുതൽ കൃഷി സൗകര്യം ഉണ്ടാക്കുന്ന, ജലസേചന സൗകര്യം ഉണ്ടാക്കുന്ന ഡാം. പക്ഷേ ആ മലമ്പുഴ വെള്ളം ഇവിടെ പാലക്കാട് ടൗണും കണ്ണാടി തൊട്ടുള്ള പഞ്ചായത്തുകളെല്ലാം കുടിവെള്ളത്തിന് വേണ്ടി ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ വെള്ളം വാട്ടർ അതോറിറ്റി എടുക്കുന്നുണ്ട്. ആ വാട്ടർ അതോറിറ്റി എടുക്കുന്നതിലും ചൂഷണമുണ്ട്. കാരണം വാട്ടർ അതോറിറ്റി ഓരോ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അളവുണ്ട്. പക്ഷെ വാട്ടർ അതോറിറ്റി മലമ്പുഴയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരളവുമില്ല. കുടിവെള്ളത്തിന് വേണ്ടി മലമ്പുഴ വെള്ളം കൂറ്റുന്ന വാട്ടർ അതോറിറ്റിക്ക് വെള്ളത്തിൻ്റെ അളവില്ല. അതിലും കർഷകരെ പറ്റിക്കുന്നു. കർഷകർക്ക് വേണ്ട വെള്ളത്തിന് ആ കുടിവെള്ളത്തിന് കൊടുത്തോടെ സമ്മതിച്ചു, പിന്നെ വ്യവസായ മേഖലയിൽ കൊടുക്കുന്നു. അതിൻ്റെ ഇടയിലാണ് എലപ്പുള്ളി ബ്യൂവറേജ് പറയുന്ന ഒരു മദ്യ കമ്പനിക്ക് വേണ്ടി കർഷകരെ വഞ്ചിച്ചുകൊണ്ട് ഈ ജലസേചനം കൂറ്റാൻ വേണ്ടി ഈ ഗവൺമെന്റ് നിൽക്കുന്നു. അതും പാലക്കാട് ജില്ലയെ കർഷകരോട് വഞ്ചന കാണിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പറമ്പിക്കുളം ആറിയാൽ ഡാമിൽ ഫുൾ ജലമുണ്ട്. പക്ഷെ കേരളത്തിന് വാങ്ങിക്കേണ്ട ജലം, കേരളത്തിന്റെ വിഹിതം വാങ്ങിച്ചെടുക്കാൻ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് വളരെ വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വെള്ളത്തിന്റെ ആവശ്യമായ ഇവിടെ 2 മന്ത്രിമാരുണ്ട്. ഒരു മന്ത്രി ഇതിനു മുമ്പ് കൃഷിക്കാരെ കുറിച്ച് ധാരാളം എഴുതിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കർഷകന്റെ മക്കൾക്ക് പെണ്ണ് കെട്ടില്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ എന്ന് പറയുന്ന ആ മന്ത്രി ഇപ്പൊ കർഷകർക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടുന്നില്ല. മറ്റു മന്ത്രിയാണെങ്കിലോ അദ്ദേഹം ചെയ്യുന്നത് കൃഷിക്കാരോടും ഇവിടെ ജനങ്ങളോടും വഞ്ചിക്കുന്ന രീതിയിൽ എലപ്പുള്ളി ബ്യൂവറേജിന് വേണ്ടി അദ്ദേഹം വാദിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിനും അതിൻ്റെ പങ്ക് നമുക്ക് സംശയിക്കേണ്ടി. കാരണം അത്രത്തോളം ആ കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മന്ത്രി പാലക്കാട് കർഷകരെ വീണ്ടും ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായി ആ കർഷകരെ വഞ്ചിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതിനെതിരെയാണ് സമരം. ഈ സമരം നമ്മൾ ഇവിടെ നിൽക്കില്ല. ഞാൻ പറഞ്ഞ 2ാം ഘട്ട സമരമാണ്. വേണ്ടി വന്നാൽ ഒരു സംശയമില്ല, അടുത്ത ഘട്ടം പിണറായി വിജയന്റെ ഓഫീസിലേക്ക് തിരുവനന്തപുരത്ത് പാലക്കാട് കർഷകരുമായി സമരം നടത്തും. സംഘം വേണ്ട, അതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതറ്റങ്ങൾ പോകാനും കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി തയ്യാറാണ്. അത് മാത്രം ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ വെയിലത്തും ഈ വളരെ നോയമ്പ് സമയത്തും ഇവിടെ എത്തിച്ചത് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, നമ്മൾക്കറിയാം 6:30 ആകുമ്പോൾ നിർത്തേണ്ടിയിട്ടുണ്ട്. നോയമ്പിൽ നിർത്ത സഹോദരന്മാർക്ക് നോയമ്പ് തുറക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ അതിനു മുമ്പ് നിർത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ കെ കരുണാകരന്റെ പ്രിയപുത്രൻ കെ മുരളീധരൻ, പാലക്കാടുകാർക്ക് എപ്പോൾ വിളിച്ചാലും ഓടി വന്ന് നമ്മളെ സാന്ത്വനം നൽകുന്ന പ്രിയപ്പെട്ട കെ മുരളീധരനാണ് ഉദ്ഘാടനം നൽകുന്നത്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ഷണിച്ചോളുന്നു.
എല്ലാവരും അവിടെ നിൽക്കണം. ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് താഴെ വന്ന് ഞങ്ങൾ ഉൾപ്പെടെ കലം ചവിട്ടും, പൊക്കും. അത് ഇവിടെ അനൗൺസ് ചെയ്യും. അതിനനുസരിച്ച് പൊക്കണം, അതിനനുസരിച്ച് പ്രതിജ്ഞ ചെല്ലണം എന്ന് താഴെ എടുക്കണം. ഓക്കെ, നമുക്ക് താഴെ പോകാം. സുഹൃത്തുക്കളെ, ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഈ നേതാക്കന്മാരടക്കം നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ മുൻവരിയിൽ നിൽക്കുന്നതാണ്. അവരും അതിനാവശ്യമായ കലങ്ങളുമായിട്ടാണ് അവിടെ എത്തുന്നത്. ആ എത്തുന്ന ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ നിൽക്കും. ആ സമയത്ത് നിങ്ങളോട് കലങ്ങൾ പൊക്കാൻ വേണ്ടി ഇവിടെ നിന്ന് നിർദ്ദേശം ലഭിക്കുന്ന സമയം, ആ സമയത്ത് കലങ്ങളെല്ലാം ആകാശത്തേക്ക് ഉയർത്തിപ്പിടിക്കുകയും അതിനുശേഷം ഈ സർക്കാരിനെതിരായ പ്രതിഷേധം നമ്മൾ പറയുകയും ആ പ്രതിഷേധത്തിന് ശേഷം കലങ്ങൾ കമിഴ്ത്തു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാലിൻ ചുവട്ടിലേക്ക് ആ കലങ്ങൾ കമിഴ്ത്തുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തകരും എഴുന്നേറ്റ് നിന്ന് കലങ്ങൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാരെല്ലാവരും അണിനിരക്കും. ആ നേതാക്കന്മാരെല്ലാവരും മുകളിലേക്ക് കലങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കലങ്ങൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന നേതാക്കന്മാരോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ ഈ സർക്കാരിനെതിരായി പ്രതിഷേധമുയർത്തുന്ന രീതിയിൽ ഇതാ ഈ വാക്കുകൾ ഏറ്റുചൊല്ലുക. അന്നമൂട്ടുന്ന കർഷകന്റെ അന്നം മുട്ടിച്ച് ആത്മഹത്യയിലേക്ക് നയിക്കുകയും വന്യമൃഗങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന ഭീതിയുടെ തടവറയിലേക്ക് കർഷകനെ തള്ളിവിടുകയും ചെയ്ത കേരള സർക്കാരിൻ്റെ നിഷേധാത്മകമായ നയത്തിനെതിരെ ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കാലിയായ കലം കമഴ്ത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു. കമഴ്ത്തുക. യോഗത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ തങ്കപ്പൻ, ഇന്നിവിടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ശ്രീ പി അനിൽകുമാർ MLA, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ VT ബൽറാം, തുളസി ടീച്ചർ, അബ്ദുൽ മുത്തലീഫ്, ശ്രീ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, മുൻ DCC പ്രസിഡന്റ് ശ്രീ CV ബാലേന്ദ്രൻ, രമ്യ ഹരിദാസ് MP ഉൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, ഇന്ന് ഈ പരിശുദ്ധ റംസാൻ നോമ്പ് കാലത്ത് ഇങ്ങനൊരു സമരത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻകൈയെടുത്തത് വർഷങ്ങളായി കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അതിന് യാതൊരു പരിഹാരവും കാണാതെ ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകന് ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ല. ഈ അടുത്ത കാലങ്ങളിൽ വരെ കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ 1000 കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ട്രാക്ടർ റാലി, അതിനെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഏകദിന ഉപവാസം, അങ്ങനെ നിരവധി സമരങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തിയെങ്കിലും
ഒരു കാര്യത്തിനും പരിഹാരം കാണാൻ സംസ്ഥാന ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല. ഇന്ന് സംസ്ഥാന സമ്മേളനം അവരുടെ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിക്കുമ്പോൾ മൂന്നാം പിണറായി സർക്കാർ എന്ന ഒരിക്കലും നടക്കാത്ത മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം കാണുമ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത്, കാലാവധി അവസാനിക്കാനുള്ള 1.25 കൊല്ലം മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. ഈ വൈകിയ വേളയിലെങ്കിലും കർഷകനെ സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഈ 1.25 വർഷവും നിരന്തരമായ സമരങ്ങളുമായി UDFും കോൺഗ്രസും മുന്നോട്ട് പോകും എന്ന് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. പാവപ്പെട്ട നെൽകർഷകർ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് വില കിട്ടാതെ, സബ്സിഡി പോലും മര്യാദയ്ക്ക് ലഭിക്കാത്ത ഒരു കാലഘട്ടത്തിൽ എത്രയോ കർഷകർ, പാലക്കാട് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കർഷകർ ആത്മഹത്യയാണ്. അതോടൊപ്പം തന്നെ മലയോര മേഖലകളിലൊക്കെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏത് സമയം ജീവൻ അപഹരിക്കപ്പെടുന്ന അവസ്ഥയാണിന്ന് കേരളത്തിലുള്ളത്. വന്യമൃഗങ്ങളെല്ലാം ഇപ്പം നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആ വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകരെ രക്ഷിക്കാനോ സാധാരണക്കാരെ രക്ഷിക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. അപ്പോൾ അവർ പറയുന്നൊരു ന്യായീകരണം, 1972 ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഒരു വന്യജീവി നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതാണ് വന്യജീവികളെ നേരിടാനുള്ള തടസ്സം എന്ന് സൂചിപ്പിക്കേണ്ട. കേരളത്തിൽ കഴിഞ്ഞ പാർലമെൻറ്റിലും ഈ പാർലമെൻറ്റ് അംഗങ്ങളെല്ലാം ഈ വനനിയമം ഭേദഗതി ചെയ്യണം, വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം എന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 1972 എന്തുകൊണ്ടാണ് അന്ന് വന്യജീവി നിയമം ഭേദഗതി ചെയ്യാൻ കാരണം? അന്ന് വന്യമൃഗങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്ന കാലമാണ്. ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായിട്ടും സിംഹങ്ങളുടെ എണ്ണം ഇല്ലാതായി, കടുവകളുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ വന്യജീവികളുടെ എണ്ണം കുറയുകയും വന്യമൃഗങ്ങൾ അന്ന് വേട്ടയാടപ്പെടുകയും ചെയ്തപ്പോൾ 72 സാഹചര്യത്തിലാണ് അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ആ നിയമം ഭേദഗതി ചെയ്തത്. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്യമൃഗങ്ങൾ പെറ്റുവരികയാണ്. അന്ന് വംശനാശം സംഭവിക്കുന്ന കാലത്ത് ഒരു നിയമം കൊണ്ടുവന്നെങ്കിൽ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് എത്രയോ തവണ നമ്മുടെ ഭരണഘടന പോലും ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആ സ്ഥാനത്ത് എന്തുകൊണ്ട് കേന്ദ്രം അങ്ങനെ ചെയ്യുന്നില്ല? നമ്മൾ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഓൾ പാർട്ടി ഡെലിഗേഷൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നില്ല? പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പിണറായി കാണാറുണ്ട്, പക്ഷേ എപ്പോഴും സിൽവർ ലൈൻ എന്നുള്ള കാര്യമല്ലാതെ ഇന്ന് വരെ കർഷകന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യവും അദ്ദേഹം കേന്ദ്രത്തിനോട് പറഞ്ഞിട്ടില്ല. അപ്പം വന്യമൃഗങ്ങൾ പെറ്റുപെരുകുമ്പോൾ അവരെ നിയന്ത്രിക്കണം. എങ്ങനെയാണ് നിയന്ത്രിക്കുക? ഞാൻ ചോദിക്കട്ടെ, കാട്ടാനേനെയും കടുവേനെയും ഒക്കെ വന്ധ്യംകരിക്കാൻ പറ്റുമോ? എൻ്റെ എണ്ണം കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ. എങ്ങനെ എണ്ണം കുറയ്ക്കാൻ? വന്ധ്യംകരിക്കുക. ചെന്ന് കഴിഞ്ഞാൽ വന്ധ്യംകരിക്കാൻ ചെല്ലുന്നവൻ്റെ ഡെഡ് ബോഡി കാണാൻ കഴിയും. അതിനാണ് തോക്കൊക്കെ തന്നിട്ടുള്ളത്. എന്തിനാ തോക്ക്? എന്തിനാ വെടിവെക്കാനാ? നമ്മൾ കാട്ടിലേക്ക് അങ്ങോട്ട് കയറുകയല്ല. വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അവരെ പിന്നെ ഉമ്മ വയ്ക്കുക. ഇവ നമുക്ക് പുരാണങ്ങളിൽ തന്നെയുണ്ട്. എന്തിനാ രാജാക്കന്മാർ നായാട്ട് നടത്തിയിരുന്നതിനാ? വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ് പണ്ട് കാലത്ത് രാജാക്കന്മാർ വേട്ടയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പുരാണത്തിൽ തന്നെ പന്തളത്ത് രാജാവ് മോർണിംഗ് വാക്കിന് പോയപ്പോഴല്ല മണികണ്ഠന് കിട്ടിയത്, നായാടാൻ നായാട്ടിന് പോയപ്പോഴാണ്. അന്ന് കർഷകരൊക്കെ മഹാരാജാവിനോടൊന്ന് പരാതി പറഞ്ഞു, ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ നിവർത്തിയില്ല. അപ്പോഴാണ് രാജാവ് വേട്ടയ്ക്ക് ഇറങ്ങിയതും മണികണ്ഠന് കിട്ടിയതും. അത് പുരാണത്തിൽ തന്നെ പറയുന്നുണ്ട്, വേട്ടയാടൽ. ദൈവങ്ങൾ പോലും വേട്ടയാടിയിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ എന്ത് പറയുമ്പോഴും നിയമം പറയും. എന്തിനധികം പറയുന്നു? നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ വെടിവെക്കാനുള്ള മയക്കുവെടി പോലും ഇന്ന് നമ്മുടെ ഫോറസ്റ്റുകാരുടെ കയ്യിലില്ല. ആ വനം മന്ത്രിയുടെ അടുത്ത് പരാതി പറയാൻ ചെന്നാൽ അദ്ദേഹത്തിൻ്റെ ഇരിപ്പ് കാണുമ്പോൾ അദ്ദേഹത്തിന് മയക്കുവെടി ഏറ്റോ എന്നുള്ള സംശയമാണ് കാണുന്നവർക്കുണ്ടാവുക. എന്ത് പറയുമ്പോഴും ഓരോ മുണം തന്നെയായാണ്. ഇപ്പോൾ വന്ന്
സർവ വന്യമൃഗങ്ങളും നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ അവർ നോക്കിയപ്പോൾ അവരെക്കാൾ ദുഷ്ടന്മാരാണ് കേരളം ഭരിക്കുന്നത്. പിന്നെ ഞങ്ങൾ മാത്രം ഇതിനാ കാട്ടിൽ കഴിയുന്നതെന്ന് അവർക്ക് ചിലപ്പോൾ തോന്നിക്കാണും. ഇപ്പം കഴിഞ്ഞൊരു 3 ദിവസം മുമ്പ് കൂത്തുപറമ്പിൽ കണ്ണവം പ്രദേശം പാട്യം പഞ്ചായത്തിൽ, ഞാൻ അവിടെ 5 വർഷം MP ആയിരുന്നാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു കാട്ടുപന്നി ഒരു കർഷകനെ കുത്തിക്കൊന്നത്. നമ്മളൊന്നും അവിടെ മുമ്പ് കണ്ടിട്ട് തന്നെ ഇല്ല ഒരു വന്യജീവിനെ. അവിടെ അത്യാവശ്യം മുള്ളം പന്നി വരാറുണ്ട്, അതിനെ വെടിവെക്കാറുമുണ്ട്. പക്ഷേ കാട്ടുപന്നി ആദ്യമായി വന്ന് ഒരു കർഷകനെ കഴിഞ്ഞ ദിവസം കുത്തിക്കൊന്നു. അങ്ങനെ അത്രയധികം ഫോറസ്റ്റ് ഒന്നുള്ള ഏരിയ അല്ല കൂത്തുപറമ്പ് കണ്ണവം പ്രദേശങ്ങളെന്ന് പറയുന്നത്. അവിടെ പോലും കർഷകന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇവിടെ തന്നെ പാലക്കാട് തന്നെ ഒരുപാട് മലയോര പ്രദേശങ്ങളിൽ വന്യജീവികൾ കൂട്ടത്തോടെ ഇറങ്ങുകയാണ്. കടുവ, കാട്ടാന, കാട്ടുപന്നി, വയനാട്ടിലൊക്കെ കരടിയും പല പ്രദേശങ്ങളിൽ ഇറങ്ങുകയാണ്. ഇങ്ങനെ കർഷകന് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അതിൽ നിന്നും കർഷകനെ രക്ഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല? ഇപ്പോൾ ഇന്നലെ എൻ്റെ പഴയ നിയോജകമണ്ഡലത്തിൽ പേരാമ്പ്രയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു, കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങളുള്ളത്. അവിടെ പഞ്ചായത്ത് യുനാനിമസായിട്ട് പ്രമേയം പാസാക്കി, ഏത് വന്യമൃഗം ഇവിടെ ഇറങ്ങി നാട്ടുകാരെ ശല്യം ചെയ്തോ ഞങ്ങൾ നിയമം നോക്കില്ല, ഞങ്ങൾ അതിനെ വെടിവെക്കും, അതിന് സ്പെഷ്യൽ ഷൂട്ടർമാരെ ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ നിയമിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ഇന്നലെ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കത്ത് കൊടുത്തിരിക്കുകയാണ്. അത്രയും ഭയാനകമാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ കർഷകരെ കാട്ടുമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നില്ല. ഇതിന് പുറമെയാണ് ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് പോലും അതിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാനോ നെല്ല് സംഭരിക്കാനോ സംഭരണ വില കൃത്യമായി കൊടുക്കാനോ സർക്കാർ തയ്യാറാവുന്നില്ല. ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 24 ദിവസമായിട്ട് ആശാ വർക്കർമാർ സമരത്തിലാണ്. ആ ആശാ വർക്കർമാർ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, അവർക്ക് കിട്ടുന്ന 7000 രൂപയുടെ ഓണറേറിയം 21,000 ആക്കി വർദ്ധിപ്പിക്കണമെന്നും 62-ാം വയസ്സിൽ അവർ വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപയെങ്കിലും വിരമിക്കൽ ആനുകൂല്യം നൽകണം. കാരണം അവർക്ക് പെൻഷനില്ല, ഗ്രാറ്റുവിറ്റി ഇല്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവര് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പാർട്ടി നോക്കാതെ സമരം ചെയ്തപ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന സമീപനമല്ലേ സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് CPM നേതാക്കൾ സ്വീകരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു CITUവിന്റെ നേതാവ് പ്രസംഗിച്ചെന്താ? സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ കുറിച്ച് സാംക്രമിക രോഗം പരത്തുന്ന കീടം എന്നുവരെ മിനി എന്ന് പറയുന്ന ആ ആശാ വർക്കർമാരുടെ സമരസമിതി നേതാവിനെ അധിക്ഷേപിച്ചു. പക്ഷെ അവരൊരു മറുപടി പറഞ്ഞു. അവർ പറഞ്ഞു, ഏതായാലും എന്നെ 51 വെട്ടിയില്ലല്ലോ, അത് തന്നെ എൻ്റെ ഭാഗ്യം എന്നവർ പറയുകയുണ്ടായി. ഒരു 3 ദിവസം മുമ്പ് അതിശക്തമായിട്ടുള്ള മഴ തിരുവനന്തപുരത്തുണ്ടായി. കാലത്ത് മുതൽ രാത്രി വരെ പെരുമഴയായിരുന്നു, ഒരു കാലവർഷത്തിൻ്റെ പ്രതീതിയായിരുന്നു. അതിനേതാനും മണിക്കൂറുകൾ മുമ്പാണ് ആശാ വർക്കർമാരുടെ സമരപ്പന്തൽ പോലീസ് അതിക്രമിച്ച് കയറി മുഴുവൻ പൊളിച്ചു കളഞ്ഞു. മുഴുവൻ ആശാ വർക്കർമാരും മഴ കൊണ്ടിരുന്നു. ആ സമയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവർക്ക് കുറച്ച് റെയിൻകോട്ടും കൊടയും കൊടുത്തു. ഉടനെ ഒരു CIT നേതാവ് പ്രസംഗിക്കുക, എന്നാൽ പിന്നെ ഒരു ഉമ്മയും കൂടെ കൊടുക്കായിരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലത്തെ ഞരമ്പ് രോഗികളാണോ ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നത്? ഇതിനൊക്കെ ഒരു തരം ഞരമ്പ് രോഗം എന്നാ പറയുന്നത്. സ്ത്രീകളെ കാണുമ്പോൾ വേണ്ടാത്തരം തോന്നുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പേര് ഞരമ്പ് രോഗം തന്നെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടയും റെയിൻകോട്ട് ആര് കൊടുക്കട്ടെ, ഏത് പാർട്ടി കൊടുക്കട്ടെ, അതിനെ അധിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? ഹൈക്കോടതി ചോദിച്ചല്ലോ പോലീസിനോട്, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുടെ പൊതുയോഗങ്ങൾക്ക് നിങ്ങൾ വഴിമുടക്കി പന്തൽ കെട്ടാൻ സമ്മതിക്കുന്നില്ലേ? ആശാ വർക്കർമാരുടെ പന്തൽ വിളിക്കാൻ മാത്രം എന്താ ഇത്ര നിങ്ങൾക്ക് താല്പര്യം എന്ന് ഹൈക്കോടതി പോലും ചോദിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ സമരങ്ങളെ അധിക്ഷേപിക്കുന്ന രീതിയായി. ഇവിടെ കർഷകര് കൃഷിക്ക് വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ബ്രൂവറി യൂണിറ്റ് സ്ഥാപിക്കാൻ നോക്കുകയല്ലേ സംസ്ഥാന സർക്കാർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പ്ലാച്ചിമടയിലെ പെപ്സിക്കോള കമ്പനി തുടങ്ങാൻ വന്നപ്പോൾ അത് ഭൂഗർഭജലം ഊറ്റിയെടുക്കും, ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് പാലക്കാട്ടെ എല്ലാ പാർട്ടിക്കാരും സമരം ചെയ്തല്ലോ. അന്ന് സമരത്തിന് നേതൃത്വം കൊടുത്തത് ശ്രീമാൻ MP വീരേന്ദ്രകുമാർ അല്ലേ?
ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെട്ട RJD എന്തുകൊണ്ട് ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്നില്ല? പാച്ചിവണ സമരത്തിന്റെ മുൻപതിൽ നിന്ന കൃഷ്ണൻകുട്ടിക്ക് എന്ത് പറ്റി? പിന്നെ MP രാജേഷിന്റെ കാര്യമാണ്. ഇവിടെ നേരത്തെ തങ്കപ്പൻ പറഞ്ഞു, ഞാൻ ഒറ്റ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇതിന്റെ വരുമാനം സത്യം പറഞ്ഞാൽ രാജേഷിനല്ല, പിണറായിക്കേ ഉള്ളൂ. പിണറായിക്ക് നല്ല ഇറച്ചി കഷ്ണം കിട്ടുമ്പോൾ രാജേഷിന് ചാറ് തൊട്ട് കൂട്ടാൻ മാത്രമേ പറ്റൂ, ചാറ് നക്കാൻ മാത്രമേ പറ്റൂ രാജേഷിന്. ഇറച്ചി നല്ല കഷ്ണങ്ങളൊക്കെ പിണറായിയും കുടുംബവും കൊണ്ടുപോകും, ചാറ് നക്കാൻ മാത്രം MP രാജേഷ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ തല കുത്തി നിന്നാലും ബ്രൂവറി യൂണിറ്റ് പാലക്കാട് സ്ഥാപിക്കുന്ന പ്രശ്നമില്ല. വേണ്ടി വന്നാൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കും. ഇനി വൈകുന്നേരം നാളെ എന്ത് കേസ് വന്നാലും ഒരു കുഴപ്പമില്ല. ഏതായാലും 100 കേസ് ഇപ്പം ഉണ്ട്, ബാക്കി ഒരു കേസും കൂടി ആയാലും കുഴപ്പമൊന്നുമില്ല. രണ്ട് കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഒന്ന്, ബ്രൂവറി യൂണിറ്റ് സ്ഥാപിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. പയാസിസിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ ശരീരം നോവുമ്പോൾ ഇട്ടേച്ചു പോകുമെന്ന് ഞങ്ങൾക്കറിയാം. അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, ബാക്കി പിന്നീട് പറയാം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താൻ പോകുന്നത്. ആ ടോൾ ബൂത്തുകൾ കേരളത്തിലെ ജനങ്ങൾ അടിച്ചു പൊളിക്കും. അതിൻ്റെ കൂടെ UDF ഉണ്ടാവും, സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ച ചെയ്യാനും കോൺഗ്രസോ UDF തയ്യാറല്ല. അതുകൊണ്ട് പിണറായി വിജയനോട് കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെയൊക്കെ ഉപദേശിക്കാൻ വരുന്നുണ്ടല്ലോ, തൽക്കാലം നിങ്ങളുടെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളെ മതേതരം പഠിപ്പിക്കാൻ പിണറായി വളർന്നിട്ടില്ല. ആദ്യം RSSനെ സൂചിപ്പിക്കുന്ന ഡയലോഗ് ആദ്യം അവസാനിപ്പിക്കുക, പിന്നെ ഞങ്ങൾ ഉപദേശിക്കാൻ വന്നാൽ മതി. ഇവിടെ ഇന്നലെ അദ്ദേഹത്തിന് ലേഖനമുണ്ട് ദേശാഭിമാനിയിൽ. അതിലെന്താ പറഞ്ഞത്? ഇന്ത്യയിലെ BJP വിജയിക്കാൻ കാരണം കോൺഗ്രസ്സാണ്. ഉദാഹരണം പറഞ്ഞത് ഹരിയാനയും ഡൽഹിയാണ്. ഞാൻ പിണറായിയോട് ചോദിക്കട്ടെ, കോൺഗ്രസ് മത്സരിച്ച് നിങ്ങൾ ഇത്ര കുറ്റം കാണുന്നില്ലേ? നോട്ടേന്റെ പുറകിൽ പോയി നിങ്ങൾ എന്തിനാ മത്സരിക്കാൻ പോയത് ഡൽഹിയിൽ? നിങ്ങൾക്ക് 10 വോട്ടുണ്ടോ അവിടെ? അവിടെ മത്സരിച്ചു. എന്നിട്ട് അവർ ഞങ്ങളോട് പറയും 15 കൊല്ലം ഡൽഹി ഭരിച്ച പാർട്ടിയാ കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ അവസാനം പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ചില ദൗർബല്യങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് 70-ൽ ഒരു 15 സീറ്റ് കോൺഗ്രസിന് നൽകിയാൽ ഞങ്ങൾ സഖ്യമാവാം. എന്തേ കേജ്രിവാൾ സമ്മതിക്കാഞ്ഞേ? അന്ന് പറഞ്ഞത് പാർലമെന്റിൽ നിങ്ങളുമായിട്ട് കൂട്ടുകൂടിയോണ്ട് ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ധാർഷ്ട്യത്തിൽ മത്സരിച്ചപ്പോ ഒരു അഖിലേന്ത്യാ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് മത്സരിക്കണ്ടേ? അത് മത്സരിച്ചുകൊണ്ടാണ് BJP ജയിച്ചതെങ്കിൽ അത് തടയാനുള്ള ബാധ്യത കേജ്രിവാളിനുണ്ടായിരുന്നില്ലേ? ഇപ്പൊ കോൺഗ്രസ് മത്സരിച്ച് തെറ്റാണെന്ന് പറയുന്ന പിണറായി ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനു മത്സരിക്കാൻ പോയി? നിങ്ങൾ മത്സരിച്ച് നോട്ടയുടെ എത്ര വഴി നിങ്ങൾക്ക് വോട്ട് വാങ്ങാൻ കഴിഞ്ഞോ? എല്ലാ ഇടതുപക്ഷ കക്ഷികളും മത്സരിച്ചല്ലോ. നിങ്ങൾ മുമ്പ് ഡൽഹിയിൽ ചെല്ലുമ്പോൾ കേജ്രിവാളിനെ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറില്ലേ? എന്നിട്ട് നിങ്ങൾക്കൊരു സീറ്റ് തന്നില്ലേ കേജ്രിവാൾ? എന്നിട്ടാണോ ഞങ്ങൾ ഉദ്ദേശിക്കാൻ വരുന്നത്? ഹരിയാനയിലെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ, അതിനു മുമ്പ് ലോക്സഭയിൽ 10-ൽ 1 സീറ്റ് ആം ആദ്മിക്ക് കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു 6 സീറ്റ് തരാം. അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ 10 സീറ്റിലേക്കും മത്സരത്തിന് ഞങ്ങളില്ല, തയ്യാറായില്ല. പിന്നെന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ അവകാശവാദങ്ങൾ. പിന്നെ മഹാരാഷ്ട്രയിൽ എല്ലാ പാർട്ടിയായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. CPM-നും കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ സീറ്റ്. ഏത് സ്റ്റേറ്റിലാണ് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യാത്തത്? ആ കോൺഗ്രസിനെ കുറ്റം പറയുന്ന നിങ്ങൾ കേരളത്തിൽ BJP-യുടെ B ടീമായി നിങ്ങൾ മാറിയില്ലേ? ഇപ്പൊ തന്നെ കടൽ ഖനനം നടത്താൻ പോവാണ് കേന്ദ്ര സർക്കാർ. അതിനുവേണ്ടി കേരളത്തിൽ സെമിനാർ നടത്തി ജനുവരി മാസത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ആ സെമിനാർ സ്പോൺസർ ചെയ്തത് കേരള സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KMML അല്ലേ? അവരല്ലേ ഹോട്ടൽ ബില്ല് അടച്ചത്? അവരല്ലേ പബ്ലിസിറ്റിക്ക് വേണ്ട പണം നൽകിയത്? അന്ന് വ്യവസായ സെക്രട്ടറി, കേരളത്തിന്റെ പ്രതിനിധിയായി ചെന്ന വ്യവസായ സെക്രട്ടറി പറഞ്ഞെന്താ അറിയോ? മത്സ്യബന്ധനത്തിന് കോട്ടം തട്ടാതെ ഖനനം നടത്താം. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി എന്നെ പറഞ്ഞത് 50 കിലോമീറ്ററിനപ്പുറേ ഞങ്ങൾ ഖനനം നടത്തൂ, പക്ഷേ ചിലപ്പോൾ അത് മത്സ്യബന്ധനത്തിനെ ബാധിച്ചേക്കാം. കേന്ദ്രം പറഞ്ഞ ബാധിച്ചേക്കാം. അപ്പൊ സംസ്ഥാനം പറഞ്ഞു, നിങ്ങൾ ഖനനം നടത്തിക്കോ, പക്ഷെ ഒറ്റ കണ്ടീഷൻ, അതിന്റെ വരുമാനം ഉണ്ടല്ലോ 1 പങ്ക് ഞങ്ങൾക്കും തരണം. അതായത് നിങ്ങൾ കട്ടാൽ കുറച്ച് ഞങ്ങൾക്കും തരിക. അങ്ങനെ
50-50 ഒന്നും വേണ്ട, ഒരു 70-30 തന്നാലും ഞങ്ങൾക്ക് ഹാപ്പിയാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ കൊലയ്ക്ക് കൊടുക്കുകയല്ലേ കടൽ മണൽ ഖനനം നടത്തിയാൽ? മത്സ്യസമ്പത്ത് കൊള്ളയടിക്കുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ കാര്യങ്ങളിലൊക്കെ എന്നിട്ട് പറയുകയാണ് നിങ്ങളിങ്ങനെ ഞങ്ങൾ 3 കത്തയച്ചു. ആ 3 കത്തയച്ചെങ്കിൽ നിങ്ങളുടെ പ്രതിനിധി എന്തിനാ ആ സെമിനാറിൽ പോയിട്ട് പറഞ്ഞത് മത്സ്യബന്ധനത്തിനെ ബാധിക്കാതെ ഖനനം നടത്താമെന്ന്? അപ്പോൾ ഇതൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ബി ടീമായി കേരള സർക്കാർ, പ്രത്യേകിച്ച് പിണറായി വിജയൻ മാറി. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ വിജയരാഘവൻ അതിങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്, പല തമാശകളും പറയാറുണ്ട്. പക്ഷെ ഇന്നലെ പറഞ്ഞ തമാശ കുറച്ച് കടന്നുപോയി. ഞങ്ങളാരും നിങ്ങളുടെ സമ്മേളനത്തിന് എന്താ ചെലവെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അത് നിങ്ങളുടെ ആഭ്യന്തര കാര്യം, നിങ്ങൾ എത്ര ചിലവാക്കിക്കോ, അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ അദ്ദേഹം മിനിഞ്ഞാന്ന് പറയുകയാണ്, പാവപ്പെട്ട സഖാക്കൾ പിരിച്ചു തന്ന 4 കോടി രൂപ കൊണ്ടാണ് ഞങ്ങൾ സംസ്ഥാന സമ്മേളനം നടത്തുന്നത്. 4 ദിവസത്തെ സമ്മേളനത്തിൽ 4 കോടി അധ്വാനിക്കുന്ന വർഗത്തിന്റെ പാർട്ടി, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം അവസാനിപ്പിക്കാൻ ജനിച്ച പാർട്ടി ഇന്ന് ഒരു സംസ്ഥാന സമ്മേളനം 4 ദിവസം നടത്താൻ 4 കോടിയുടെ ആർഭാടത്തിലേക്ക് എത്തി. നിങ്ങളിനെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചിട്ടൊന്നുമില്ല നിങ്ങളുടെ കണക്ക്. അതേ സമയത്ത് സമരം ചെയ്യുന്ന KSRTC-കാരന് മർദ്ദനം, അതിൻ്റെ ശമ്പളം കട്ട് ചെയ്യുന്നു. ശമ്പളം കിട്ടാനൊന്നുമില്ല. അവർ ശമ്പളം മാസം 1-ാം തീയതി കിട്ടണമെന്ന് പറഞ്ഞ സമരം, അല്ലാതെ ശമ്പളം കൂടുതൽ വേണ്ടിയിട്ടല്ല. അവര് സമരം ചെയ്ത ദിവസത്തെ ഡയസ്നോൺ മാത്രമല്ല, അവർക്ക് ഈ മാസം ശമ്പളം എഴുതേണ്ടെന്ന് വരെ പറഞ്ഞു. അങ്ങനെയുണ്ട് ഏർപ്പാട്. സമരം ചെയ്ത ഡയസ്നോൺ ഞങ്ങൾ അംഗീകരിക്കേണ്ട, ഞങ്ങൾ ഭരണത്തിലുള്ളപ്പോൾ അത് തന്നെയാണ് ചെയ്തത്. പക്ഷേ അങ്ങനെയുള്ളവർക്കൊരു മാസം ശമ്പളം കൊടുക്കണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് കേരളം എത്തി. ആശാ വർക്കർമാർക്ക് പകരം തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടുവന്ന് ആശാ വർക്കർമാരുടെ പേരിൽ സമരം നടത്തി കേരളത്തിൽ. കാരണം യഥാർത്ഥ ആശാ വർക്കർമാരൊക്കെ സെക്രട്ടറിയേറ്റിന് മുമ്പിലായിരുന്നു. അതിന് പാരലൽ സമരം നടത്തിയതാണ്. ആരെ വെച്ചിട്ട്? തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട്. ഇപ്പൊ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. മറ്റൊന്നുമല്ല, തൊഴിലുറപ്പ് കഴിഞ്ഞ് ബാക്കി സമയം ആശാ വർക്കർമാരുടെ വേഷം കെട്ടണം. സർക്കാർ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങൾക്ക് ആളെ കൂട്ടാൻ അവിടെ ചെല്ലണം. ചുരുക്കി പറഞ്ഞാൽ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് പണിയിനേക്കാൾ കൂടുതൽ പിണറായിക്ക് വേണ്ടിയിട്ടുള്ള ജോലി എടുക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാറേണ്ടി വന്നു. അതാ കേരളത്തിലെ അവസ്ഥ. ഇപ്പോ ഇങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് സമരം ചെയ്യുന്നവരെ ദ്രോഹിക്കുമ്പോ, കർഷകനെ സഹായിക്കാത്ത നിലപാടെടുക്കുമ്പോ, ഒരു പണിയും ചെയ്യാത്ത PSC ചെയർമാന് നിങ്ങൾ എത്രയാ ശമ്പളം കൂട്ടി കൊടുത്തേ? 2,26,000 രൂപയിൽ നിന്ന് PSC ചെയർമാന്റെ ശമ്പളം നിങ്ങൾ 3,80,000 വർദ്ധിപ്പിച്ചു. PSC അംഗങ്ങൾക്ക് 3,80,000 നിങ്ങൾ വർദ്ധിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, PSC-നെ കൊണ്ട് വല്ല ഉപകാരം ഇവിടെ ഉണ്ടോ? കഴിഞ്ഞ ദിവസമാണ് CPI നേതാവ് C. ദിവാരൻ ചോദിച്ചു, ഇവിടെ PSC എന്തിനാ? PSC ആർക്കെങ്കിലും ജോലി കൊടുക്കുന്നുണ്ടോ? റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി അട്ടത്ത് വെക്കാനല്ലാതെ ആ റാങ്ക് ലിസ്റ്റ് ആർക്കെങ്കിലും ജോലി കൊടുക്കുന്നുണ്ടോ? അതുപോലും ചെയ്യാത്ത PSC ചെയർമാന് ലക്ഷങ്ങളുടെ ശമ്പള വർധനവ്. ഡൽഹി കേരള ഹൗസിലെ കേരളത്തിന്റെ പ്രതിനിധി, നമ്മുടെ പഴയ സുഹൃത്ത് തോമസ് മാഷ്ക്ക് 5 ലക്ഷം കൊടുത്ത സ്ഥാനത്ത് 11 ലക്ഷത്തിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നു. ഇതിനൊക്കെ നിങ്ങൾക്ക് കാശുണ്ട്. എന്നാൽ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് 7,000-ൽ നിന്നും 21,000 ആക്കണം എന്ന് അവർ പറയുമ്പോൾ അവരധിക്ഷേപിക്കുന്നു. KSRTC ജീവനക്കാരെ നിങ്ങൾ അധിക്ഷേപിക്കുന്നു, ദ്രോഹിക്കുന്നു. ആ അവസ്ഥയിലേക്ക് കേരളം എത്തി. കർഷകനെ രക്ഷിക്കുന്നില്ല, കർഷകന് വേണ്ട സഹായം നൽകുന്നില്ല, സബ്സിഡി നൽകുന്നില്ല. കർഷകൻ ആത്മഹത്യ ചെയ്യുമ്പോ, ഒരു ഭാഗത്ത് വന്യമൃഗങ്ങൾ കർഷകരെ കൊല്ലുമ്പോ നിങ്ങൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു. ഇത് കണ്ടു നിൽക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശുദ്ധ നോമ്പ് കാലത്ത് പോലും ഈ ശക്തമായ സമരവുമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വന്നത്. കേരളത്തിലെ കർഷകനോടൊപ്പം കോൺഗ്രസ് ഉണ്ട്, നിങ്ങളോടൊപ്പം UDF ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ ഈ സമരം നമ്മൾ നടത്തുമ്പോൾ, ഈ കലം കമ്മിറ്റി സമരം നമ്മൾ നടത്തുമ്പോൾ, തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF-ന്റെ ജനപ്രതിനിധികളും നേതാക്കന്മാരും ഇന്ന് നോ ഡ്രഗ്സ്
നോ ക്രൈം എന്നുള്ള മുദ്രാവാക്യവുമായി ഉപവാസം നടത്തുകയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ. ഞാനിന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നേരത്തെ ഏറ്റുപോയതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നത്. ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കേരളത്തിലെ യുവതലമുറയെ, വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന കഞ്ചാവ്, മയക്കുമരുന്ന്, ഇതിന്റെ സ്വാധീനത്തിൽ ഇന്ന് കേരളം അകപ്പെട്ടു പോയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റിന് ഉത്തരവാദിത്വമില്ലേ? ബ്രൂവറി യൂണിറ്റിന് വേണ്ടി വാദിക്കുന്ന രാജേഷിന് ഉത്തരവാദിത്തമില്ലേ? അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ എക്സൈസ് വകുപ്പ്? അവർക്ക് എന്താണ് ജോലി? അതുപോലെ തന്നെ പോലീസിന്റെ പണി എന്താ? ഇവിടെ കോഴിക്കോട് എൻ്റെ പഴയ നിയോജക മണ്ഡലത്തിലാണ് SSLC പരീക്ഷ എഴുതേണ്ട ഒരു കുട്ടീനെ സഹപ്രവർത്തകർ നഞ്ചക്കെന്ന ആയുധം ഉപയോഗിച്ച് തലയോട്ടി അടിച്ച് തകർക്ക് കൊന്നത്. ഞാൻ മിനിഞ്ഞാന്ന് കോഴിക്കോട് ചെല്ലുമ്പോൾ ജുവനൈൽ ഹോമിന്റെ മുമ്പിൽ കൂടെ പോയപ്പോണ്ട് അവിടെ ഒരു പട്ടാള ഭരണമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. മുഴുവൻ പോലീസുകാർ അണിനിരന്നിരിക്കുക. എന്തിനറിയോ? ആ വിദ്യാർത്ഥിയുടെ തലക്കടിച്ച് കൊന്ന കൊലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളെ SSLC പരീക്ഷ എഴുതിപ്പിക്കാൻ, അത് തടയാൻ ചെന്ന KSUവിന്റെ കുട്ടികളെ, MSFന്റെ കുട്ടികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് സംവിധാനം മുഴുവൻ ഉപയോഗിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സംവിധാനം എന്തുകൊണ്ട് മയക്കുമരുന്നിനെതിരെ നിങ്ങൾ വിനിയോഗിക്കുന്നില്ല? ഈ സംവിധാനം നിങ്ങൾ എന്തുകൊണ്ട് കഞ്ചാവിനെതിരെ വിനിയോഗിക്കുന്നില്ല? വെഞ്ഞാറമ്മൂടിലെ ഒരാൾ സ്വന്തം കുടുംബാംഗങ്ങളെ, അയാളും മയക്കുമരുന്നിന് അടിമയായിരുന്നു. ഒരു കുടുംബത്തിൽ 5 അംഗങ്ങളെ, സ്വന്തം മാതാവിനെ കൊല്ലാൻ നോക്കി സ്വന്തം സഹോദരനെ അടിച്ചു കൊന്നു. ഇത്രയൊക്കെ ഭീകരമായിട്ടുള്ള അന്തരീക്ഷം കേരളത്തിലുള്ളപ്പോ പ്രതിജ്ഞ ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? മിക്കവാറും ഈ പ്രതിജ്ഞ മുഖ്യമന്ത്രി ചൊല്ലിക്കൊടുക്കുമ്പോൾ ഏറ്റു ചൊല്ലാൻ വരുന്നവരൊക്കെ വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ കള്ളുഷാപ്പിൽ കാണുന്ന വിദ്വാന്മാരാണ് ഈ മുഖ്യമന്ത്രിയുടെ പ്രതിജ്ഞ ഏറ്റു ചൊല്ലാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ യുവതലമുറയ്ക്ക് പോലും രക്ഷയില്ല. അവരെ മദ്യത്തിനും കഞ്ചാവിനും അടിമകളാക്കുന്ന സംവിധാനം ഇതൊരിക്കലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ തലകുത്തി നിന്നാലും നിങ്ങൾ 3ാമത് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. ഇവിടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും, UDF ഭരിക്കും. ഞങ്ങളെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാൻ നിങ്ങൾ മനക്കോട്ട കെട്ടണ്ട. അതിനൊക്കെ ഞങ്ങൾക്ക് ഡൽഹിയിൽ നേതാക്കന്മാരുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി, ഖാർഗെയൊക്കെ ഉണ്ട്. അവർ പറഞ്ഞാൽ അനുസരിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അല്ലാതെ പിണറായി കണ്ണൂരിട്ടിയാൽ കാരാട്ട് മേടിക്കുന്ന പോലെയൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയൊന്നും അല്ല. ഞങ്ങളുടെ ദേശീയ നേതൃത്വം പറഞ്ഞാൽ എന്തും ഞങ്ങൾ അനുസരിക്കും. ഒരു കാര്യം ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, നിങ്ങളെ പുറത്താക്കണം. ഇനി ഇതുപോലുള്ള ജനവിരുദ്ധ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പാടില്ല. അത് ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഞങ്ങൾ കർഷകരോടൊപ്പമുണ്ട്. ഞങ്ങൾ നല്ല ബുദ്ധിയുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങളുണ്ട്. മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ പോരാടാൻ ഞങ്ങളുണ്ട്. കർഷകരോടൊപ്പം ഞങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കലങ്കമത്തിൽ സമരം ഇന്നിവിടെ നടത്തിയത്. അത് വിജയിപ്പിക്കാൻ ഈ നോമ്പ് കാലത്ത് പോലും നോമ്പ് പിടിച്ചുകൊണ്ട് ഈ വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. സുഹൃത്തുക്കളെ, സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഉപവാസത്തിൽ അനുഷ്ഠിക്കുന്നതിന് VK ശ്രീകണ്ഠൻ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം അവിടെ നിൽക്കേണ്ടത് കൊണ്ടതാണ്. അവരുടെ ആശംസ അവിടെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ അനുവാദത്തോടു തന്നെ അവർക്ക് വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുൻ മന്ത്രി, പാലക്കാടുകാരുടെ, എപ്പോഴും പാലക്കാടുകാർക്ക് വേണ്ടി നിലനിന്നിട്ടുള്ള, മലപ്പുറത്താണെങ്കിലും പാലക്കാടുകാർക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പാലക്കാടുക്ക് വേണ്ടി വികസനം നടന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മുൻ മന്ത്രി AP അനിൽകുമാർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. അധ്യക്ഷൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ തങ്കപ്പൻ, ഈ സമരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച KPCCയുടെ മുൻ അധ്യക്ഷൻ, ഏറെ ബഹുമാന്യനായ ശ്രീ K മുരളീധരൻ അവർകൾ, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് KPCC വൈസ് പ്രസിഡന്റ് ശ്രീ ബൽറാം, KPCCയുടെ ജനറൽ സെക്രട്ടറിമാരായ പ്രിയപ്പെട്ട ശ്രീ ചന്ദ്രൻ, പ്രിയപ്പെട്ട ശ്രീമതി തുളസി, ഈ ജില്ലയുടെ ചുമതല വഹിക്കുന്ന ശ്രീ മുത്തലീബ്,
വേദിയിലുള്ള മുൻ MP കുമാരി രമ്യ ഹരിദാസ്, മുൻ ജില്ലാ പ്രസിഡന്റ് CV ബാലേന്ദ്ര മാസ്റ്റർ, വേദിയിലുള്ള ബാലഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ ഒരു സമരം സംഘടിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുക. കാരണം എല്ലായിടത്തും ചൂടാണ്. പാലക്കാട്ടെ ചൂട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ റംസാൻ വ്രതാനുഷ്ഠാനത്തിൻ്റെ സന്ദർഭമാണ്. എന്നിട്ടും ഇത്രയും വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കർഷകർ അനുഭവിക്കുന്ന പ്രയാസം പൂർണ്ണമായി ഇവിടുത്തെ കോൺഗ്രസ് ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ തെളിവാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഒരുപാട് നേതാക്കൾ സംസാരിക്കാനുണ്ട്. നമുക്ക് പറഞ്ഞതുപോലെ സമയബന്ധിതമായി ഈ യോഗം അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ ബജറ്റ് വന്നതൊക്കെ പത്രങ്ങളിൽ കണ്ടു കാണും. ബജറ്റ് ധനകാര്യ വകുപ്പ് മന്ത്രി തുടങ്ങിയത് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ അവസാനിച്ചു, കേരളം ഒരു ടേക്ക് ഓഫിന് തയ്യാറെടുക്കുകയാണ് എന്നാണ് ആമുഖമായി പറഞ്ഞത്. ഒരു ടേക്ക് ഓഫിന് തയ്യാറെടുക്കണമെങ്കിൽ നമുക്കറിയാം എല്ലാം സമ്പൂർണമായി സജ്ജീകരണം ഒരുക്കി കഴിഞ്ഞതിന് ശേഷമാണ് ടേക്ക് ഓഫ്. പക്ഷെ ഇവിടുത്തെ ടേക്ക് ഓഫിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടേക്ക് ഓഫ് നടത്താൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞോ എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ആ ടേക്ക് ഓഫിനകത്ത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാവില്ല, കേരളത്തിലെ ആശാ വർക്കർമാരുണ്ടാവില്ല, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാവില്ല, കേരളത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജനവിഭാഗങ്ങൾ, പ്രയാസപ്പെടുന്നവർ, കർഷകർ, മലയോര മേഖല ജനങ്ങൾ, ഇവരൊന്നുമില്ലാത്ത ഒരു ടേക്ക് ഓഫാണ് ബാലഗോപാൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ടേക്ക് ഓഫിന് വേണ്ടി അധികം കാത്തിരിക്കേണ്ടി വരില്ല. 2026 തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ടേക്ക് ഓഫ് കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിന് നൽകും. അത് അധികാരത്തിൽ നിന്ന് പുറത്തേക്കുള്ള ടേക്ക് ഓഫ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം കേരളത്തിലെ ഇന്ന സ്ഥിതിയാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ. തിരുവനന്തപുരത്ത് ചെന്നാൽ ആശാ വർക്കർമാരുടെ സമരമാണ്. അവര് നമ്മൾ ഭരിക്കുന്ന കാലത്താണ് എളമരം കരീം 2014 അദ്ദേഹം പറഞ്ഞു 10,000 രൂപ കൊടുക്കണം ആശാ വർക്കർമാർക്ക് എന്നാണ്. ഇപ്പൊ 2024 എത്തി നിൽക്കുമ്പോൾ, 25 എത്തി നിൽക്കുമ്പോഴാണ് ആശാ വർക്കർമാരുടെ നിലവിലുള്ള ഓണറേറിയം ഒന്ന് കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കശുവണ്ടി കർഷകർ, കശുവണ്ടി ഫാക്ടറികൾ മുഴുവൻ പൂട്ടിക്കിടക്കുകയാണ്. രാജീവ് പറയുന്നു കേരളം വ്യവസായത്തിൽ അങ്ങനെ പൊടി പൊടിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ കൊല്ലത്തെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ കശുവണ്ടി തൊഴിലാളികൾ മുഴുവൻ സമരത്തിലാണ്. അവർക്ക് ആ ഫാക്ടറി ഒന്ന് തുറന്ന് ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ അവർ അന്നം മുട്ടിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൊഴിൽ കിട്ടുന്നതിന് വേണ്ടി ഫാക്ടറി തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കശുവണ്ടി തൊഴിലാളികൾ സമരത്തിലാണ്. ആലപ്പുഴയിലെ കാര്യം ഞാൻ പറയേണ്ട. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം നമ്മൾ മാത്രമല്ല എല്ലാവരും കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സമരം ഒരു ഭാഗത്ത് അതോടൊപ്പം തുടർച്ചയായി മത്സ്യത്തൊഴിലാളികൾ, ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ആലപ്പുഴയിലും കൊല്ലത്തും ഒക്കെ സമരരംഗത്താണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. TN പ്രതാപൻ പറഞ്ഞു, നമ്മുടെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്, 8-ാം തീയതി കടലിൽ പോയി മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യുക എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മുടെ തീരദേശ മേഖലയിലെ അവസ്ഥ. അത് ആലപ്പുഴയായാലും എറണാകുളമായാലും ഒക്കെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് പ്രയാസങ്ങളുടെ നടുക്കടലിലാണ്. നമുക്ക് മലയോര മേഖല നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട. ഇടുക്കി ആയാലും വയനാടായാലും മലയോര മേഖലയിലുള്ള ജനങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ്. നമുക്കറിയാം പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തൊഴിലില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ
മാന്യമായി വഴി നടക്കാൻ ഇന്ന് ഭയപ്പെട്ടുകൊണ്ട് നടക്കണം. വീട്ടിൽ നിന്ന് രാത്രി ഒന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. വന്യമൃഗശല്യം അത്ര രൂക്ഷമാണ്. അതിനെതിരെയുള്ള സമരങ്ങൾ മലയോര മേഖലയിൽ നടക്കുകയാണ്. പാലക്കാട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞല്ലോ, കാർഷിക രംഗത്ത് നമ്മുടെ സംസ്ഥാനത്തിന് എന്തെങ്കിലും ഇന്ന് സംഭാവന ചെയ്യുന്ന 2 ജില്ലകളിലൊന്ന് പാലക്കാട് ജില്ലയാണ്. അവിടെ കർഷകന്റെ നടുവൊടിഞ്ഞ സാഹചര്യമാണ്. അതുകൊണ്ടാണ് ആ കർഷകന് വേണ്ടി ഇത്തരം ഒരു സമരം ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചത്. അപ്പോൾ ഓരോ മേഖലയും, ഞാൻ അന്ന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഏത് മേഖല എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങൾ കേരളത്തിൽ അങ്ങേയറ്റം പ്രയാസത്തിലാണ്. പക്ഷേ നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നു യാതൊരു പ്രയാസവുമില്ല, എല്ലാം ശരിയായി, സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ചു എന്നാണ് പറയുന്നത്. എന്തേ ഈ സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ? എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു തെരഞ്ഞെടുപ്പ് വർഷമാണ്, അതുകൊണ്ട് എന്തായാലും ഇത്തവണ ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന്. എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. ഈ ഗവൺമെന്റ് ബജറ്റ് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോഴും ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിനെ കുറിച്ച് ഒരക്ഷരം ഈ ഗവൺമെന്റ് പറഞ്ഞില്ല. 2021 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി നൽകിയ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്ഷേമ പെൻഷൻ കൂട്ടും, അതോടൊപ്പം തന്നെ ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും. ഈ 2 കാര്യങ്ങളും ഈ ബജറ്റിൽ ഉണ്ടായില്ല. നമ്മൾ ഏറെ പ്രതീക്ഷയോട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തങ്കപ്പം പറഞ്ഞല്ലോ, നെൽകർഷകർ, നെല്ലുൽപാദനമൊക്കെ ഇന്ന് താഴോട്ട് വരികയാണ്. ഗവൺമെന്റും കൃഷി വകുപ്പും ഉൽപാദനം കൂട്ടണമെന്ന് പറയുമ്പോൾ ഇന്ന് കഴിഞ്ഞ 2023-24 ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കുന്ന, ആസൂത്രണ വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണത്തിൽ പറയുന്നു നമ്മുടെ ഉൽപാദനം കുറയുന്നു. എങ്ങനെ ഉൽപാദനം കുറയാതിരിക്കുക? ഉൽപാദനം കുറയണമെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് വില കൊടുക്കണം. ഒന്ന്, അത് കൊടുക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വന്യമൃഗ ശല്യം എന്ന് പറയുന്നത് കൃഷിക്കാരെ സംബന്ധിച്ച് എത്ര പ്രയാസകരമാണ്. എത്രമാത്രം പ്രയാസപ്പെട്ട വിളവെടുപ്പ് നടത്തുന്നവരെ ഒരു വിള നോക്കി നിൽക്കേണ്ടത്. ആ വിളകൾ ഇന്ന് വന്യമൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ അതിനെതിരായ ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല. ഇത്തവണ വന്യമൃഗശല്യത്തിന് 48 കോടിയിൽ നിന്ന് ബജറ്റിൽ 70 കോടി രൂപ വർദ്ധിപ്പിച്ചു. കേരളത്തിൽ നമുക്കറിയാം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ 2-3 ജില്ലകളാണ് മലയോര മേഖലയില്ലാത്തത്. ബാക്കി എല്ലായിടത്തും മലയോര മേഖലയാണ്. ഇപ്പൊ മലയോര മേഖല ആവേണ്ട കാര്യമില്ല, എല്ലായിടത്തും വന്യമൃഗശല്യങ്ങളാണ്. ഈ വന്യമൃഗങ്ങളെ തടയുന്നതിന് ഫെൻസിങ് വേണം, ഡ്രഡ്ജിങ് വേണം. അത് കിലോമീറ്ററുകളോളം നമുക്ക് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയൂ, കൃഷിക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയൂ. ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയിൽ എന്താ വേണ്ടത്? ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയിൽ വേണം ഇതിനു വേണ്ടി ഫെൻസിങ് നടത്തുന്നതിന് വേണ്ടി, വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പണം നീക്കി വെക്കുന്നതിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടാക്കിയോ? ദിവസവും 2-3 പേര് ആന കുത്തിയും കടുവ കടിച്ചും പുലി നിന്നും മരിക്കുന്ന കേരളത്തിൽ ഒരു ബജറ്റ് പാസ്സാക്കുമ്പോൾ അതിനാവശ്യമായ പണമില്ല. ഇത്തവണ ഞങ്ങൾ 22 കോടി കൂട്ടി 70 കോടി വെച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അതേ ഖണ്ഡികയിൽ അതേ പാരഗ്രാഫിൽ തന്നെ പറയുന്നു കഴിഞ്ഞ തവണ 129 കോടി രൂപ കൃഷി നശിച്ചതിന്, ആളുകൾ വന്യമൃഗ ശല്യം കൊണ്ട് മരിച്ചതിന്, പരിക്കേറ്റതിന് കൊടുത്തു എന്നാ പറയുന്നത്. ഒരു ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. യഥാർത്ഥത്തിൽ പുലി പിടിച്ചും ആന കുത്തിയുമൊക്കെ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രതിരോധത്തിന് ആവശ്യമായ പണം ബഡ്ജറ്റിൽ നീക്കിവെക്കണം. അങ്ങനെ നീക്കിവെച്ച് യഥാർത്ഥത്തിൽ വനവും ജനവാസ കേന്ദ്രങ്ങളും തമ്മിലുള്ള അതിർത്തികൾ, അതിനകത്ത് വ്യക്തമായ മതില് കെട്ടിയും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ഫെൻസിങ് നടത്തിയും ഡ്രഡ്ജ് ഉണ്ടാക്കിയും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത് തടയണം. അതിന് പണം അനുവദിക്കുന്നില്ല, അതിന് പണം കുറച്ച് അനുവദിക്കുന്നു. ഇന്ന് കൊല്ലപ്പെട്ട, കൃഷി നഷ്ടപ്പെട്ട, അതുപോലെ തന്നെ പരിക്കേറ്റ ആളുകൾക്ക് കൂടുതൽ കൊടുക്കുന്നു എന്നാ പറയുന്നത്. എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? 100 കണക്കിന് കോടി രൂപ കുടിശ്ശികയാണ്. കൃഷി നഷ്ടപ്പെട്ട കൃഷിക്കാരന്, കർഷകന് ഇന്ന് പണം കൊടുക്കുവാനുണ്ട്, ഇന്ന് വളരെ വലിയ തുക കൊടുക്കുവാനുണ്ട്. അപകടം പറ്റിയവർക്ക് ഇന്ന് വലിയ തുക കുടിശ്ശികയാണ്, അത് കൊടുക്കുവാനും ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല. അപ്പൊ ഈ രീതിയിൽ ഗവൺമെന്റ് വ്യവസായവും ഒക്കെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്കൊന്ന് തോന്നണ്ടേ? ഇവിടുത്തെ കർഷകന് തോന്നണ്ടേ? ഇവിടുത്തെ സാധാരണ കച്ചവടക്കാരന് തോന്നണ്ടേ? പാലക്കാട് എത്ര കച്ചവടം പൂട്ടിയെന്ന് ഇവിടെ നഗരസഭയിൽ ചെന്നാൽ അന്വേഷിച്ചാൽ അറിയാം. പക്ഷേ രാജീവ് പറയുന്നു എല്ലാം സുഭിക്ഷമാണ്.
ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾ ചെന്ന് അന്വേഷിച്ചാൽ 10 വർഷം 5 വർഷം മുമ്പുള്ള കച്ചവടം എന്തായിരുന്നു, അതിൻ്റെ പകുതി പോലും ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നവരാണ് കച്ചവടക്കാർ. പക്ഷെ ഇതൊക്കെയാണെങ്കിലും രാജീവിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പുതിയ സ്ഥാപനങ്ങൾ വരുന്നു, പുതിയ കച്ചവടം തുടങ്ങുന്നു, ഇവിടെ യാതൊരു പ്രയാസവുമില്ലായിരുന്നു. എന്തിനാണ് നമ്മുടെ കുട്ടികൾ അമേരിക്കയിലേക്കും UK യിലേക്കും ജർമ്മനിയിലേക്കും ഗൾഫിലേക്കും ഒക്കെ പോകുന്നത്? ഇവിടെ ഇത്ര വ്യവസായം വന്നിട്ടുണ്ടെങ്കിൽ, ഇത്ര വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടാവില്ലേ? അപ്പോൾ ഇവിടെ ഗവൺമെന്റ് അവസാന വർഷം എന്ന് പറയുന്നത് ഇതൊരു പ്രചരണ വർഷമാക്കി മാറ്റുകയാണ്. ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാം സുഭിക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പുള്ള PR വർക്കാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ ജനങ്ങൾ ഗൗരവപൂർവ്വം കാണേണ്ട ഒന്നാണ്. ഇന്ന് വ്യവസായ രംഗത്ത് വളരെ പ്രയാസം, ഞാൻ പറഞ്ഞല്ലോ, പരമ്പരാഗത തൊഴിലാളികളൊക്കെ പ്രയാസം അനുഭവിക്കുമ്പോഴും വ്യവസായം ഇവിടെ കുഴപ്പമില്ല എന്ന് പറയുന്നത് വലിയ പ്രചരണമാണ്. ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ സിനിമാ താരങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിക്കുകയാണ് ഇവിടെ വളരെ വ്യവസായങ്ങൾ കടന്നു വരുന്നു, നല്ല അന്തരീക്ഷമാണ്. എത്ര വ്യവസായങ്ങൾ ഇവിടെ നിന്ന് പുറത്ത് പൂട്ടിപ്പോകുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പൊ ആ രീതിയിൽ ഇന്ന് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം പ്രചരണങ്ങളൊക്കെ. യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രചരണങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം പ്രചരണങ്ങൾ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാലക്കാട് വന്നുകൊണ്ട് കൃഷി ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ രീതിയിലും കർഷകൻ സംതൃപ്തനാണ് എന്ന് പറഞ്ഞ ഇവിടുത്തെ കർഷകർക്ക് അറിയില്ലേ അവരുടെ പ്രയാസങ്ങൾ. അതുകൊണ്ട് ഗവൺമെന്റ് നടത്തുന്ന അവർക്ക് എല്ലാ സംവിധാനങ്ങളുണ്ട്. BJPയെ പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അധികാരത്തിന്റെ സൗകര്യങ്ങളുണ്ട്, പണത്തിന്റെ സൗകര്യങ്ങളുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ബഹുമാന ഉദ്ഘാടകൻ പറഞ്ഞു 4 കോടി രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഞാൻ ബൽറാമും മുതലീബൊക്കെ എൻ്റെ അടുത്ത് പറയാണ് അത് പുറത്ത് പറയുന്നതാണ്, ഏതാണ്ട് 40 കോടിയെങ്കിലും ചെലവാകും എന്നാണ് പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം 40 കോടി സംസ്ഥാന സമ്മേളനത്തിനും ഒരു 4000 കോടി പ്രചരണത്തിനും വേണ്ടി ചെലവഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇന്ന് CPM-നില്ല. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം, കർഷകന്റെ യഥാർത്ഥ പ്രശ്നം അത് ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം, UDF-ന്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ ഇത്തരം ഒരു സമരം നടത്തിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് കോൺഗ്രസ്. ബൽറാം അടുത്ത് സംസാരിക്കും. നോയമ്പ് തുറക്കാനുള്ള സൗകര്യം വലതുഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നറിയിക്കുന്നു. ഈ വേദിയിൽ നമുക്ക് നിരവധി വിശിഷ്ട അതിഥികളുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ ശ്രീ K. മുരളീധരൻ, പ്രിയപ്പെട്ട പാലക്കാടിന് എല്ലാ നിലയ്ക്കും സ്വന്തമെന്ന് അഭിമാനിക്കാൻ സാധിക്കുന്ന മുൻ മന്ത്രി ശ്രീ AP അനിൽകുമാർ MLA അടക്കമുള്ള ജില്ലയുടെ ചുമതല വഹിക്കുന്ന ശ്രീ അബ്ദുൽ മുത്തലിബ് അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം ഈ വേദിയിലുണ്ട്. അവരൊക്കെ അതിഥികളാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു അതിഥിയെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു കൊച്ചു മിടുക്കൻ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. കൊല്ലങ്കോട് ആണ്ടിക്കൊളുമ്പിലെ ആദിത്യൻ എന്ന പേരുള്ള 12 വയസ്സുകാരനായ ആ കൊച്ചുമിടുക്കൻ ഇത്തവണ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കുട്ടി കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ആദിത്യൻ ഈ വേദിയിലും ഇതുപോലെയുള്ള പൊതുവേദികളിലും ഒരുപക്ഷെ അധികം കടന്നു വന്നിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം സംസ്ഥാനത്ത് തന്നെ മറ്റ് പല രീതിയിൽ ശ്രദ്ധേയനാണ്. പ്രിയപ്പെട്ട മുരളിയേട്ടൻ ആദിത്യനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചതിന് ശേഷം 2023 പാദവാർഷിക പരീക്ഷയിൽ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ആ ചോദ്യ പേപ്പറിൽ പോലും ആദിത്യനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഞാനത് വായിക്കാം കേട്ടോ. കൃഷിയിടത്തിലെ ആദിത്യൻ
12ാം വയസ്സിൽ വിത മുതൽ വളമെറിയൽ വരെ. കൊല്ലങ്കോട് ഭാവിയിൽ ആരാകാനാണ് ഇഷ്ടമെന്ന കുട്ടികളോടുള്ള ചോദ്യത്തിന് ഈ 12കാരന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: മണ്ണിനെ അറിയുന്ന കർഷകനാവണം. പാടത്തും ചെളിയിലും ഇറങ്ങാൻ പുതിയ തലമുറ മടിക്കുന്ന കാലത്താണ് കൊല്ലങ്കോട് ആണ്ടിക്കൊളുമ്പിലെ ആദിത്യൻ എന്ന 8ാം ക്ലാസ്സുകാരൻ സമ്മിശ്ര കൃഷി രംഗത്ത് മാതൃകയായി മുന്നോട്ട് പോകുന്നത്. ആദിത്യനടക്കമുള്ള ആളുകളുടെ നിലപാടുകൾ വിലയിരുത്തി കൃഷിയോടുള്ള പുതുതലമുറയുടെ സമീപനം വിശകലനം ചെയ്ത് കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ആദിത്യനെ ഔപചാരികമായി തന്നെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു തലമുറ കൃഷിയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് അഭിമാനത്തോടുകൂടി കടന്നു വരാൻ കഴിയുന്ന, അവർക്ക് തങ്ങളുടെ ഭാവിയിലെ സ്വപ്നങ്ങളെക്കുറിച്ച് പ്രതീക്ഷകൾ വെച്ചു പുലർത്താൻ സാധിക്കുന്ന, തങ്ങളുടെ കുടുംബത്തിന് നാളുകളിൽ ഒരു ഉപജീവനം ഇതിലൂടെ സാധ്യമാകും എന്ന് ഉറപ്പ് നൽകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണോ ഈ കേരളത്തിലെയും പാലക്കാടിലെയും കർഷകർ എന്നുള്ള ചോദ്യത്തിനുള്ള ഈ നാടിന്റെ മറുപടിയായിട്ടാണ് പ്രിയപ്പെട്ട തങ്കപ്പേട്ടന്റെ നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനെ ഒരു സമര പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ 2025 എന്ന് പറയുന്ന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതേയുള്ളൂ. പക്ഷേ തൊട്ടു മുമ്പത്തെ 2024 എന്ന് പറയുന്ന കലണ്ടർ വർഷത്തിൽ പ്രിയപ്പെട്ട മുരളിയേട്ട, ഈ പാലക്കാട് ജില്ലയിൽ മാത്രം 3 കർഷകരാണ് ഉപജീവനം സാധ്യമാവാതെ കടക്കണി മൂലം, കൃഷിനാശം മൂലം ഈ പാലക്കാട് ജില്ലയിൽ മാത്രം ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് DCC നിങ്ങളെ ക്ഷണിച്ചപ്പോ ഇവിടെ പറഞ്ഞതുപോലെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നോമ്പിന്റെ പ്രയാസങ്ങൾ പോലും അതിജീവിച്ചുകൊണ്ട് ഈ പൊള്ളുന്ന വേനലിനെ അവഗണിച്ചുകൊണ്ട് ഈ നാട്ടിലെ കർഷകരുടെ പ്രതിനിധികളായിട്ടുള്ള യഥാർത്ഥ പൊതുപ്രവർത്തകർ ഈ സമരവേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരു സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ്? ഒരു സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ പ്രയോറിറ്റി എന്താണ്? ഇവിടെ മറ്റ് നേതാക്കന്മാരൊക്കെ സംസാരിച്ചു. ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് CPM സ്വയം അവകാശപ്പെടുന്നത്. അവരുടെ സമ്മേളനം കൊല്ലത്ത് ഇന്ന് ആരംഭിക്കുകയാണ്. എന്നാൽ ഈ നാട്ടിലെ തൊഴിലാളികളെ കുറിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, ഇവിടുത്തെ കർഷകരെ കുറിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, കർഷക തൊഴിലാളികളെ കുറിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങൾ, അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ആ സമ്മേളനത്തിൽ നേതൃത്വം നൽകുന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടോ? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഓരോ ദിവസവും ഇറക്കുന്ന പ്രസ്താവനകൾ, അത് 3-4 ദിവസത്തെ പ്രസ്താവനകൾ ഒരുമിച്ചെടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ കിളിപോകും. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം CPM-ലെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ കുടിയന്മാരെയും പുറത്താക്കും. രണ്ടാമത്തെ ദിവസം അദ്ദേഹം പറയുന്നു, അംഗങ്ങളെ മാത്രമേ പുറത്താക്കുള്ളൂ, അംഗങ്ങളുടെ ബന്ധുക്കൾക്ക് വേണമെങ്കിൽ കുടിക്കാം, പാർട്ടി അനുഭാവികൾക്ക് വേണമെങ്കിൽ കുടിക്കാം. മൂന്നാമത്തെ ദിവസം അദ്ദേഹം പറയുന്നു, സ്വയം കുടിക്കാൻ പാടില്ല എന്നുള്ളൂ, നാട്ടുകാരെ കുടിപ്പിക്കാം, നിങ്ങൾക്ക് ബാർ നടത്താം. അടുത്ത ദിവസം പറയുന്നു, CPM-ലെ MLA-മാർക്കാർക്കും ഭരണപക്ഷത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കാർക്കും ബാർ വ്യവസായവുമായി ബന്ധമില്ല. അതിന്റെ അടുത്ത ദിവസം പറയുന്നു, ചവറയിലെ MLA-ക്ക് ബാറുണ്ട്. അതിന്റെ അടുത്ത ദിവസം പറയുന്നു, ചവറയിലെ MLA-യുടെ ബാറല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടുത്തെ പഴയ MLA-യുടെ ബാറാണ്. ഇതൊക്കെയാണ് CPM-ന് ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ്. ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളാണ് കഴിഞ്ഞ 1 മാസത്തോളമായി ഇവരുടെ മൂക്കിന് താഴെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, ഭരണസിരാകേന്ദ്രത്തിന് മുമ്പിൽ പൊള്ളുന്ന വേനലും ചൂടും അതോടൊപ്പം ഇടയ്ക്ക് വീണ വേനൽ മഴയും അതെല്ലാം സഹിച്ച് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്താ CPM-ന്റെ മറുപടി? ഈ നാട്ടിലെ തൊഴിലാളികളാണ്. പക്ഷേ CPM-ന്റെ മറുപടി, ഇവർ ഞങ്ങളുടെ തൊഴിലാളികളല്ല, ഇത് കേന്ദ്രത്തിന്റെ തൊഴിലാളികളാണ്, ഇവർ സ്കീം വർക്കേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ബാധ്യതയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു തൊഴിലാളി പ്രസ്ഥാനം പറയുകയാണ്. ഒരു ഭാഗത്ത് കേരളത്തിലെ
ആരോഗ്യ മാതൃകയെ കുറിച്ചുള്ള PR വർക്കുകൾ അരങ്ങ് തകർക്കുകയാണ്. ആ പുകഴ്പെറ്റ കേരളീയ ആരോഗ്യ സംവിധാനത്തെ താങ്ങി നിർത്തുന്നത് മാസത്തിൽ 25-28 ദിവസം വിശ്രമമില്ലാതെ നമ്മുടെയൊക്കെ വീടുകളിൽ വീടാന്തരം കയറി ഇറങ്ങി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും ഗർഭിണികൾക്കുള്ള ശുശ്രൂഷയ്ക്കും നവജാത ശിശുക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിചരണത്തിനും ഒക്കെ നേതൃത്വം നൽകുന്ന ഈ ആശാ വർക്കർമാരാണ്. അവരുടെ പ്രവർത്തനത്തിന്റെ നേട്ടമാണ് ഞാനും നിങ്ങളും അടക്കുന്ന മുഴുവൻ മലയാളികളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സേവനമാണ് ഒരു സമൂഹം എന്നതിൽ നമ്മൾ കൈപ്പറ്റുന്നത്. പക്ഷെ അവരുടെ പ്രതിഫലത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പറയാണ്, അതിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. പോയി പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് പോലെ പോയി കേന്ദ്രത്തിൽ പോയി സമരം ചെയ്താൽ മതി, ഞങ്ങൾക്ക് മുമ്പിൽ സമരം അനുവദിക്കില്ല. ആ സമരം ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ അധിക്ഷേപിക്കും, നിങ്ങൾ അപമാനിക്കും, നിങ്ങൾ ആക്രമിക്കും. നിങ്ങളുടെ തലയ്ക്കുമീതെ ഒരു തണലിനായി പോലും ഒരു മേൽക്കൂര ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇങ്ങനെ വേട്ടയാടാൻ മാത്രമുള്ള എന്ത് തെറ്റാണ് അവർ ചെയ്തത്? എന്നിട്ടില്ലാത്ത കണക്കുകൾ ഓരോ ദിവസവും ഓരോ കള്ളക്കണക്കുമായി പുറത്തു കൊണ്ടുവരുന്നു. ഇവിടെ 7000 രൂപയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്. പക്ഷേ ആദ്യ കുറെ ദിവസങ്ങളിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകൾ, മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് 13,200 കൊടുക്കുന്നു. പിന്നെ അത് അല്പം ഭേദഗതിപ്പെടുത്തി 13,200 വരെ കൊടുക്കുന്നു. എത്ര പേർക്ക് 13,000 കിട്ടുന്നുണ്ട്? എത്ര പേർക്ക് 12,000 കിട്ടുന്നുണ്ട്? എത്ര പേർക്ക് 10,000 തികച്ചു കിട്ടുന്നുണ്ട്? മിക്കവാറും ആളുകൾക്ക് കിട്ടുന്നത് 10,000 താഴെ മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 10,000 താഴെ രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 350 രൂപ തികച്ചു കിട്ടുന്നില്ല ഈ കേരളത്തിൽ. മിനിമം കൂലി 700-750 ആക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രകടന പത്രിക അടിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്ത് രണ്ടാമത് അധികാരത്തിൽ വന്നൊരു സർക്കാരാണ്. ആ സർക്കാരിന്റെ കാലാവധി ഇതാ അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോഴും അതിന്റെ പകുതി പോലും കിട്ടാത്ത ഒരു ജനസമൂഹത്തെ നോക്കി നിങ്ങൾ കുത്തിത്തിരിപ്പുകാരാണ്, നിങ്ങളെ ആരൊക്കെയോ കുത്തിയിളക്കി കൊണ്ടുവന്നതാണ്, നിങ്ങൾ ഗവൺമെന്റ് വിരുദ്ധ സമരം നടത്തുകയാണ്, നിങ്ങൾ വിമോചന സമരത്തിന് കോപ്പ് കൂട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരോടുള്ള ഈ ഭരണകൂടത്തിന്റെ നേർക്കുനേരെയുള്ള യുദ്ധപ്രഖ്യാപനമായി അത് നമുക്ക് കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയട്ടെ, ഈ കേരളം മാറാൻ പോവുകയാണ്. ഈ നാട്ടിലെ ഇതുപോലെയുള്ള സാധാരണ മനുഷ്യരുടെ പ്രതിഷേധത്തിന്റെ തീജ്വാലയിൽ ഈ നാട്ടിൽ ഇന്ന് അധികാരത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് അട്ടിപ്പേറ് കിടക്കുന്ന ഈ ഭരണ സംവിധാനം ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തകർന്ന് താഴെ വീഴാൻ പോവുകയാണ്. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഈ 2026 ഉണ്ടാകാൻ പോവുകയാണ്. നമുക്ക് ഈ നാട്ടിലെ സർക്കാർ എന്ന് പറയുന്നത് സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന സർക്കാരാകണം. ഇത് തന്നെയാണ് പാലക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിലെ നെൽകർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. 2022 ഈ പാലക്കാട് നിന്ന് നെല്ല് സംഭരിച്ചത് 2,92,000 കിലോഗ്രാമാണ്. തൊട്ടടുത്ത വർഷം എത്തിയപ്പോഴേക്കും അത് 1,82,000 കിലോഗ്രാമായി കുറയുന്നു. അതായത് 1/3 നെല്ല് സംഭരണം ഇവിടെ കുറയുകയാണ്. കാരണം കർഷകർക്ക് സർക്കാർ സംവിധാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുന്നില്ല, സപ്ലൈകോയെ വിശ്വാസമില്ല. ഇവർ എടുത്തുകൊണ്ടുപോകുന്ന നെല്ലിന് എന്ന് പണം തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഈ പാലക്കാട് ജില്ലയിൽ തന്നെ എത്ര തവണ നമുക്ക് സമരം ചെയ്യേണ്ടതായിട്ട് വന്നു. പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ പറഞ്ഞു, ഇത് 2ാം ഘട്ടമാണ്. DCC ഔപചാരികമായി ഏറ്റെടുത്ത സമരത്തിന്റെ 2ാം ഘട്ടമാണ്. അതിനു മുമ്പ് നമ്മുടെ കർഷക കോൺഗ്രസ് അടക്കമുള്ള എത്രയോ സംഘടനകൾ എത്രയോ തവണ ജില്ലാ ഭരണകൂടത്തിന് മുമ്പിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടത്തിയില്ലേ? ഒരു സീസണിൽ നെല്ല് സംഭരണം പരാജയപ്പെട്ടാൽ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അടുത്ത സീസണിലും അത് ആവർത്തിക്കുന്നു, അതിന്റെ അടുത്ത സീസണിലും അത് ആവർത്തിക്കുന്നു. കഴിഞ്ഞ 9 വർഷക്കാലവും നിരന്തരമായി നമുക്ക് ഇങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത് ഗവൺമെന്റ് കൽപ്പിച്ചു കൂട്ടി ചെയ്യുകയാണ്. എന്തിനാണ് ഈ നാട്ടിലെ പാവപ്പെട്ട നെൽകർഷകരോട് CPM എന്ന് പറയുന്ന പാർട്ടിയും അതിന്റെ നേതൃത്വവും അതിന്റെ ഭരണ സംവിധാനവും ഇത്രമാത്രം ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി പെരുമാറുന്നത് എന്നെത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പാലക്കാട് ജില്ലയിൽ 12 നിയമസഭാ സീറ്റുകളിൽ നിന്ന് MLA-മാരെ തെരഞ്ഞെടുക്കുമ്പോ അതിൽ 10 സീറ്റിലും നിങ്ങളുടെ ആളുകളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്.
ആ നിലയിൽ വലിയ ഒരു പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നാട്ടിലെ സാധാരണക്കാർ നൽകിയിട്ടുണ്ട്, ഈ നാട്ടിലെ കർഷകർ നൽകിയിട്ടുണ്ട്. എന്നിട്ടും കർഷകരുടെ പേര് വരുമ്പോ, കർഷകരുടെ പ്രശ്നം വരുമ്പോ ഈ നിലയിലുള്ള ക്രൂരമായ അവഹേളനമാണ്, അവഗണനയാണ്, വഞ്ചനയാണ് നിങ്ങൾ കാണിക്കുന്നത് എങ്കിൽ ജനങ്ങൾ തിരിച്ചറിവുള്ളവരാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളുണ്ട്. നെല്ലിന്റെ സംഭരണ വില ഉയർത്തണം. ഒരു 40 രൂപയെങ്കിലും കിലോയ്ക്ക് കിട്ടിയാൽ മാത്രമേ ലാഭകരമായി ആദ്യത്തിനെ പോലെയുള്ളവരുടെ അടുത്ത തലമുറയ്ക്ക് ഈ കൃഷിയുടെ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. ഒറ്റയടിക്ക് 40 ഇല്ലെങ്കിലും ഒരു 35 രൂപയെങ്കിലും കൊടുക്കാനുള്ള മര്യാദ ഇനിയെങ്കിലും നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് ഈ നാട്ടിലെ കർഷകർ നെഞ്ചുപൊട്ടി നിലവിളിച്ചുകൊണ്ട് ഇവിടെ ഉന്നയിക്കുന്നത്. അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന നെല്ലിന് സമയോചിതമായി കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഒരൊറ്റ PRS റെസീറ്റിൽ ഒരു കർഷകന്റെ മുഴുവൻ നെല്ലും സംഭരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. ഇവിടെ പറഞ്ഞ പോലെ കർഷകരെ കടക്കാരാക്കുന്ന, അവരുടെ സിബിൽ സ്കോറിനെ പോലും ബാധിക്കുന്ന തരത്തിൽ, അവർക്ക് മറ്റൊരു തരത്തിലും ഒരു സാമ്പത്തിക ആനുകൂല്യം നാളുകളിൽ കിട്ടാത്ത തരത്തിൽ അവരെ ആളുകളുടെ മുമ്പിൽ കുറ്റവാളികളും സാമ്പത്തിക കുറ്റവാളികളുമാക്കി മാറ്റുന്ന നിങ്ങളുടെ സമീപനം അവസാനിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള സമരങ്ങൾ ഇനിയും കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കും. ഇവിടെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ മനോഹരമായി ഇത്രയധികം ജനപങ്കാളിത്തത്തോടുകൂടി ഇങ്ങനെ ഒരു സമര സംഗമം സംഘടിപ്പിച്ച, അങ്ങേയറ്റം പ്രതീകാത്മകമായി കർഷകന്റെ വേദനയും അവന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടവും ഈ സമരവേദിയിൽ വെച്ച് പ്രകാശിതമാക്കിയ പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ A. തങ്കപ്പനെയും മുഴുവൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. വേദിയിൽ KPCC സെക്രട്ടറിമാരെ ചന്ദ്രനുണ്ട്, തുളസി ടീച്ചറുണ്ട്, CB ബാലചന്ദ്രനുണ്ട്, രമ്യ, ഇവരാരും പ്രസംഗിക്കുന്നില്ല. ചാർജ് സെക്രട്ടറി മുത്തരി ഒരു വാക്ക് പറഞ്ഞ അവസാനിപ്പിക്കും. പ്രിയമുള്ളവരെ, പാലക്കാട് ജില്ലയിലെ കർഷകരുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഈ ധീരോദാത്തമായ പോരാട്ടത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ കർഷകരെയും ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസ് സഹപ്രവർത്തകന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് കോൺഗ്രസ്. നന്ദി പറയുന്ന DCC ജനറൽ സെക്രട്ടറി ശ്രീ അനന്തകൃഷ്ണൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലങ്കമത്തി സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ MP-യും മുൻ KPCC പ്രസിഡന്റുമായ മുരളിയേട്ടൻ, MLA അനിലേട്ടൻ, അതുപോലെ തന്നെ KPCC-യുടെയും അതുപോലെ തന്നെ മറ്റ് ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അവസാനിപ്പിച്ചിരിക്കുന്നു. അവസാനിച്ചു.